ബി.ജെ.പി. എന്ന പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം അവരുടെ പ്രവർത്തന അടിത്തറയുടെ ബലമാണ്. താഴേക്കിടയിൽ നിന്ന് തുടങ്ങിയ പാർട്ടിയുടെ ബലം ഇങ്ങേ തലയ്ക്കിലുള്ള നേതാക്കന്മാരുടെ കൈക്കരുത്തായി മാറുമ്പോൾ ബി.ജെ.പി. ഏറെ അപകടം വിതയ്ക്കും. കാലുകുത്തിയ മണ്ണുകളെല്ലാം തന്നെ അവർ കീഴടക്കി കഴിഞ്ഞു. കിട്ടാക്കനിയായി ബംഗാളും ബീഹാറും പിടിച്ചുനിന്ന ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്ന് പോലും 3 MLA-മാരെ വിജയിപ്പിക്കാൻ സാധിച്ചു. നോർത്ത് ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായി മാറിയ ബി.ജെ.പിക്ക് പക്ഷേ അങ്ങ് തമിഴ്നാട്ടിൽ തിരിച്ചടികളുടെ കാലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന പാർട്ടിയിൽ നിന്ന് പിന്നീട് സംസ്ഥാന അധ്യക്ഷനായിരുന്ന അണ്ണാമലൈ രാജിവെക്കുകയും ചെയ്തു. സൂചി കയറ്റാൻ ഇടം കിട്ടിയാൽ അവിടെ തൂമ്പ കയറ്റുന്ന പതിവ് ബി.ജെ.പി. പരിപാടി പക്ഷേ തമിഴ്നാട്ടിൽ ഏൽക്കുന്ന മട്ടില്ലെന്ന് മോദിക്കും അമിത്ഷായ്ക്കും മനസ്സിലായി കാണുമെന്ന് കരുതാം. തമിഴ്നാട്ടിൽ ബി.ജെ.പി. ഒന്നാകെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി അംഗത്വം രാജിവെച്ചതിന് പിന്നാലെ സംസ്ഥാന ബി.ജെ.പിയിൽ വൻ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. അണ്ണാമലൈയുടെ രാജിക്ക് പിന്നാലെ തമിഴ്നാട് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരു നാഗരാജൻ, സെക്രട്ടറി സുമതി വെങ്കടേഷ് എന്നിവരുൾപ്പെടെ 16 മുതിർന്ന ഭാരവാഹികൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. അണ്ണാമലൈയുടെ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ അണ്ണാമലൈ മക്കൾ ഇയക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഭാരവാഹികൾ കൂട്ടത്തോടെ ബി.ജെ.പി. വിട്ടത്. ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ അണ്ണാമലൈയെ സ്വീകരിക്കാൻ കരു നാഗരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിരുന്നു. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് രാജി സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട കരു നാഗരാജൻ താൻ അണ്ണാമലൈയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കൊപ്പമാണ് ഇനി സഞ്ചരിക്കുകയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സവിശേഷമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള അത്യധികം ഊർജ്ജസ്വലനും ധീരനുമായ നേതാവാണ് അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുതിയ രാഷ്ട്രീയ ദൗത്യത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് കരു നാഗരാജൻ പറഞ്ഞത്. ഇതോടെ തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ തകർച്ച ഏറെക്കുറെ പൂർത്തിയായെന്ന് പറയാം. തമിഴ് ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകളിൽ ബി.ജെ.പിയുടെ പ്രധാന മുഖമായിരുന്ന കരു നാഗരാജന്റെ രാജി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. കോയമ്പത്തൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് കെ വസന്തരാജൻ, യുവമോർച്ച സംസ്ഥാന ലീഗൽ കൺവീനർ അഭിലാഷ് ഗോപിനാഥ് തുടങ്ങിയ പ്രമുഖരും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. വലിയ നിരാശയോടെയാണ് പാർട്ടി വിടുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി സുമതി വെങ്കടേഷും പ്രതികരിച്ചിട്ടുണ്ട്. അണ്ണാമലയുടെയും കരു നാഗരാജന്റെയും രാജിക്ക് തൊട്ടു പിന്നാലെയായിരുന്നു സുമതിയുടെ പ്രഖ്യാപനവും വന്നത്. മോദിയും ബി.ജെ.പിയുടെ ദേശീയതയിലൂന്നിയുള്ള രാഷ്ട്രീയവും എന്നും പ്രചോദനമായിരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറെ ചിന്തിച്ച ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. വിങ്ങുന്ന ഹൃദയത്തോടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിഞ്ഞത്. ഇത്രയും കാലം പാർട്ടിയെ സേവിക്കാൻ കഴിഞ്ഞത് വലിയൊരു അംഗീകാരമായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വവും ബി.ജെ.പിയുടെ ദേശീയതയിലൂന്നിയുള്ള രാഷ്ട്രീയവും എന്നും പ്രചോദനമായിരിക്കുമെന്നുമാണ് സുമതി വെങ്കടേഷ് തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കിയത്. അതേസമയം അണ്ണാമലയുടെ രാജി പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന നിലപാടിലാണ് നിലവിലെ തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ നിൽക്കുന്നത്. അണ്ണാമലയുടെ രാജി കൊണ്ട് ബി.ജെ.പിക്ക് ഒരു തകർച്ചയും ഉണ്ടാകില്ല. ബി.ജെ.പി. വ്യക്തികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല, ഇതൊരു പ്രത്യയശാസ്ത്ര പാർട്ടിയാണ് എന്നുമൊക്കെ പറഞ്ഞ് സംസ്ഥാന അധ്യക്ഷൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി അടിത്തട്ടിൽ നിന്നടക്കം പൊളിഞ്ഞു തുടങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജനാധിപത്യത്തിൽ ആർക്കും പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് അണ്ണാമലയുടെ പുതിയ പാർട്ടി പ്രഖ്യാപനത്തെക്കുറിച്ച് നയിനാർ നാഗേന്ദ്രൻ പ്രതികരിച്ചത്. പാർട്ടിക്കുള്ളിൽ സംസ്ഥാന നേതാക്കൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന അണ്ണാമലയുടെ ആരോപണം തെറ്റാണെന്നും ബി.ജെ.പി. പറയുന്നുണ്ട്. ADMK-യുമായി വീണ്ടും സഖ്യമുണ്ടാക്കാനുള്ള ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് അണ്ണാമലൈ പാർട്ടി വിട്ടത്. അണ്ണാമലയുടെ പുതിയ പ്രസ്ഥാനമായ വി ദ ലീഡർ പ്ലാറ്റ്ഫോമിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പേർ വോളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തതോടെ ബി.ജെ.പിക്ക് ബദലായി അണ്ണാമലയുടെ പാർട്ടി മാറുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ബി.ജെ.പി. പൂർണ്ണമായും പിരിച്ചുവിടുന്ന രീതിയിലുള്ള തകർച്ചയാണ് ബി.ജെ.പിയെ കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ദ്രാവിഡ കക്ഷികൾക്കും പുതുതായി വന്ന വിജയിയുടെ TVK സർക്കാരിനും തലവേദനയായി അണ്ണാമലൈ രൂപീകരിക്കുന്ന പുതിയ പ്രസ്ഥാനത്തിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ബി.ജെ.പി. നേതാക്കൾ ചേക്കേറുമെന്ന കാര്യം അടിവരയിടുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ.